നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിസയില്ലാത്തവരെ ഇനി എളുപ്പം പുറത്താക്കും. നൈജീരിയയുമായി കരാറിലൊപ്പിട്ട് ബ്രിട്ടൻ. കരാറൊപ്പിട്ടത് നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവരെയും കുറ്റവാളികളെയും വേഗത്തിൽ നാടുകടത്തുന്നതിനായി. നിർണായക കരാർ ഒപ്പിട്ടത് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിനിടെ. വിസ കാലാവധി കഴിഞ്ഞവർക്കും അഭയാർത്ഥി അപേക്ഷ നിരസിക്കപ്പെട്ടവർക്കും ബ്രിട്ടനിൽ തുടരുന്നതിനി അസാധ്യമാകും. ആശ്രിത വിസയിലടക്കമുള്ള 13 ലക്ഷം പേരെങ്കിലും സമീപ ഭാവിയിൽ തന്നെ പൗരത്വ യോഗ്യത നേടുമെന്ന കണക്കുകളിൽ ഞെട്ടി ബ്രിട്ടീഷ് സർക്കാർ. ബ്രിട്ടനിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉലച്ച് ഇറാൻ ഇസ്രയേൽ യുദ്ധം. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി പലിശ നിരക്കുകൾ വീണ്ടും ഉയർത്താനൊരുങ്ങി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. വീട് വായ്പ എടുത്തവർക്ക് കനത്ത തിരിച്ചടി. ജൂലൈ മാസത്തോടെ ഊർജ്ജ നിരക്കുകൾ 5-1 വർദ്ധിക്കുമെന്ന് ആശങ്ക. വൈദ്യുതി ഗ്യാസ് ബില്ലുകളിൽ 22% വർധനയുണ്ടാകും. ഒരു വീട്ടിലെ വാർഷിക ഊർജ്ജ ചെലവിൽ 350 പൗണ്ടിന്റെ അധിക ബാധ്യതയുണ്ടാകും. ഇറാനിലെ വാതകപ്പാടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നേരെ ആക്രമണം നടത്തില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ പിന്മാറ്റം അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ സമ്മർദ്ദത്തെ തുടർന്ന്. ഇറാനിലെ ആണവ നിലയങ്ങളോ എണ്ണവാതക കേന്ദ്രങ്ങളോ ആക്രമിക്കുന്നത് മേഖലയിൽ യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാന്റെ സൈനിക താവളങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തിരിച്ചടിക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നു. ഇറാനുമായുള്ള യുദ്ധം തുടരാൻ $20,000 കോടി കൂടി അനുവദിക്കണമെന്ന് US കോൺഗ്രസിനോട് പെന്റഗൺ. US കോൺഗ്രസ് ആവശ്യം അംഗീകരിച്ചാൽ 3 ആഴ്ചയെ തുടരുന്ന യുദ്ധം കൂടുതൽ മുറുകും. ഇറാനിലെ 7,800 കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തുകയും 8,000-ലേറെ യുദ്ധവിമാനങ്ങളും 120-ലേറെ ഇറാൻ കപ്പലുകളും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് US സെൻട്രൽ കമാൻഡ്. ആദ്യ ആഴ്ചയിൽ മാത്രം US യുദ്ധത്തിനായി ചെലവഴിച്ചത് ഏകദേശം $110 കോടി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്ര തലവന്മാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ട വിഷയത്തിൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് കോൺഗ്രസ് MP മനീഷ് തിവാരി. സംയമനത്തോടെയുള്ള നിലപാടാണ് ഇന്ത്യ എല്ലായ്പ്പോഴും പാലിച്ചിരുന്നതെന്ന് കോൺഗ്രസ് MP. പിണറായി വിജയനെ പിന്തുണച്ചുള്ള പ്രസ്താവനയിൽ വിശദീകരണവുമായി അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ CPM നേതാവുമായ G സുധാകരൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ സന്തോഷമുണ്ട്, പക്ഷേ 3-ാം ഊഴം സഫലമാകില്ല എന്ന് G സുധാകരൻ. ചേർത്തലയിൽ P പ്രസാദിനെതിരെ പ്രചരണം നടത്തുമെന്നും ഭീഷണി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനം LDF-ന് വോട്ട് ചെയ്യില്ല എന്നും തന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് വരാമെന്നും സുധാകരൻ. UDF-ന്റെ പിന്തുണ സ്വീകരിച്ചതായി സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരൻ. UDF-ന് 100 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കുമെന്നും അല്ലാത്ത പക്ഷം താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂട്ടായ പ്രവർത്തനത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെ CPM-ൽ അമർഷം പുകയുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ല എന്നും VD സതീശൻ. പറവൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് പ്രതിപക്ഷ നേതാവ്. വാർത്തകൾ വിശദമായി. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവരെയും കുറ്റവാളികളെയും വേഗത്തിൽ നാടുകടത്തുന്നതിനായി നൈജീരിയയുമായി പുതിയ കരാറിൽ ഒപ്പിട്ട് ബ്രിട്ടീഷ് സർക്കാർ. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിനിടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർണായക കരാർ ഒപ്പിട്ടത്. ഇതോടെ വിസ കാലാവധി കഴിഞ്ഞവർക്കും അഭയാർത്ഥി അപേക്ഷ നിരസിക്കപ്പെട്ടവർക്കും ബ്രിട്ടനിൽ തുടരുന്നത് അസാധ്യമാക്കും. നിലവിൽ 961 നൈജീരിയൻ പൗരന്മാരുടെ അഭയാർത്ഥി അപേക്ഷകൾ ബ്രിട്ടൻ തള്ളിയിട്ടുണ്ട്. ഇതിനു പുറമെ നൈജീരിയക്കാരായ 1110 കുറ്റവാളികളും ഹോം ഓഫീസിന്റെ നാടുകടത്തൽ റിപ്പോർട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഇവർക്ക് സ്വന്തം രാജ്യത്തെ പാസ്പോർട്ടോ മറ്റ് യാത്രാരേഖകളോ ഇല്ലാത്തതായിരുന്നു മുൻപ് ബ്രിട്ടനെ വലച്ചിരുന്നത്. എന്നാൽ പുതിയ കരാർ പ്രകാരം UK ലെറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഡിപ്ലോമാറ്റിക് രേഖകൾ ഉപയോഗിച്ച് ഇവരെ ഇനി വിമാനത്തിൽ കയറ്റി അയക്കാൻ സാധിക്കും. മനുഷ്യക്കടത്ത്, സൈബർ തട്ടിപ്പ് എന്നിവ തടയാനും വിസ ദുരുപയോഗം ചെയ്യുന്ന ക്രിമിനൽ സംഘങ്ങളെ അടിച്ചമർത്താനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ബ്രിട്ടൻ സന്ദർശിക്കുന്ന നൈജീരിയൻ പ്രസിഡന്റിന് വിൻസർ കൊട്ടാരത്തിൽ രാജകീയ സ്വീകരണമാണ് ഒരുക്കിയത്. നിയമപരമായി എത്തിയ കുടിയേറ്റക്കാരിൽ ആശ്രിത വിസയിൽ അടക്കമുള്ളവർ ചേരുമ്പോൾ ചുരുങ്ങിയത് 13 ലക്ഷം പേരെങ്കിലും സമീപ ഭാവിയിൽ തന്നെ പൗരത്വ യോഗ്യത നേടുമെന്ന കണക്കുകളിൽ ഞെട്ടി ബ്രിട്ടീഷ് സർക്കാർ നിയമമാറ്റത്തിനൊരുങ്ങവേ അടുത്ത കാലം വരെ സർക്കാരിന്റെ മുഖമായിരുന്ന മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ മാസം നടന്ന മാഞ്ചസ്റ്ററിലെ ഗോട്ട്ലൻഡ് ആൻഡ് ഡെന്റർ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 90 വർഷത്തിനിടയിൽ ആദ്യമായി ലേബർ പരാജയം നേരിട്ട സാഹചര്യത്തിൽ കുടിയേറ്റ വോട്ട് ചോർച്ചയിൽ ആശങ്കയിലായ ലേബർ MPമാരിൽ ഒരാളായി മാറുകയാണ് IPL ആഞ്ചല റെയ്നറും. ഇതിനകം തന്നെ തങ്ങളുടെ വോട്ട് ചോർച്ച മണത്തറിഞ്ഞ അനേകം MPമാർ കുടിയേറ്റ വിരുദ്ധമായ മാറ്റത്തിനെതിരെ ശബ്ദമുയർത്തിയ സാഹചര്യത്തിൽ അവർക്കൊക്കെ നേതാവായി നിൽക്കാൻ ശേഷിയുള്ള ആഞ്ചലയുടെ ശബ്ദത്തിന് വേറിട്ട പ്രാധാന്യമാണ് ലഭിക്കുന്നത്.
കുടിയേറ്റക്കാരായി എത്തിയവർ ഇരട്ടിക്കാലം ബ്രിട്ടീഷ് പൗരത്വം കിട്ടാൻ കാത്തിരിക്കണമെന്നത് അവർക്കെതിരായ നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നാണ് ആഞ്ചലയ്ക്ക് പറയാനുള്ളത്. ഇത് സമൂഹത്തിൽ കൃത്യമായ വേർതിരിവിന് കാരണമാകുമെന്നതും ആഞ്ചലയുടെ ആശങ്കകൾക്ക് കാരണമാണ്. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ എപ്സ്റ്റീൻ ഫയൽ വിവാദത്തിൽ ലോർഡ് മാൻഡേഴ്സിനെ അമേരിക്കൻ അംബാസഡറാക്കി നിയമിച്ചതിൽ ഗുരുതര പിഴവ് കാട്ടിയെന്ന ആരോപണം നിലനിൽക്കെയാണ് ആഞ്ചല തിരിച്ചുവരവിന് കുടിയേറ്റ ബിൽ ആയുധമാക്കുന്നതെന്നതും ശ്രദ്ധ നേടുകയാണ്. ലേബറിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന യോഗത്തിലാണ് ആഞ്ചല തുറന്ന വിമർശനവുമായി എത്തിയതെന്നതും പ്രത്യേകതയാണ്. നിലവിലെ സാഹചര്യത്തിൽ ലേബറിന് തിരിച്ചുവരവ് എന്നത് എളുപ്പമല്ല എന്നും പാർട്ടിക്ക് മുന്നിൽ അധികം സമയം ബാക്കിയില്ല എന്നും ആഞ്ചല പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് മെയ് മാസത്തിലെ പ്രാദേശിക ഇലക്ഷൻ മുന്നിൽ കണ്ടാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുമ്പോൾ ബ്രിട്ടനിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ വീണ്ടും ഉയർത്താൻ ഒരുങ്ങുന്നതോടെ വീട് വായ്പ എടുത്തവർ കനത്ത തിരിച്ചടി നേരിടും. ഈ വർഷം അവസാനത്തോടെ 3 തവണയെങ്കിലും പലിശ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇതോടെ ശരാശരി ഒരു കുടുംബത്തിന് മാസം തോറും വൻതുക അധികമായി കണ്ടെത്തേണ്ടി വരും. ഗൾഫ് മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് എണ്ണവാതക വിലകൾ കുതിച്ചുയരുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ജൂലൈ മാസത്തോടെ ഊർജ്ജ നിരക്കുകൾ 5 വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് പണപ്പെരുപ്പം 3.5% എത്തിച്ചേക്കാൻ കാരണമാകും. വരും മാസങ്ങളിൽ വൈദ്യുതി ഗ്യാസ് ബില്ലുകളിൽ 22% വർധനവുണ്ടാകുമെന്നാണ് സൂചന. ഇതോടെ ശരാശരി ഒരു വീട്ടിലെ വാർഷിക ഊർജ്ജ ചെലവിൽ 350 പൗണ്ടിന്റെ അധിക ബാധ്യതയുണ്ടാകും. ട്രംപ് സൊല്യൂഷൻ എന്ന എംപിമാർ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രതിഭാസം ബ്രിട്ടീഷ് വിപണിയെ കടുത്ത അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. വായ്പാ വിപണിയിലെ കുറഞ്ഞ നിരക്കിലുള്ള ഓഫറുകളെല്ലാം ബാങ്കുകൾ പിൻവലിച്ചു കഴിഞ്ഞു. വരും മാസങ്ങളിൽ പലിശ നിരക്ക് 3.75% നിന്ന് വീണ്ടും ഉയരാൻ സാധ്യതയുള്ളതിനാൽ സാധാരണക്കാരുടെ ബജറ്റ് താളം തെറ്റുമെന്ന് ഉറപ്പായി. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ബ്രിട്ടീഷ് എംപിമാർ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൃത്യമായ പിന്തുണ നൽകുന്നില്ല എന്നും ബ്രിട്ടീഷുകാർ ട്രംപിനോട് നന്ദി പറയുകയാണ് വേണ്ടതെന്നുമാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ പ്രതികരണം. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതും ഖത്തറിലെ ഗ്യാസ് ഫീൽഡുകൾക്ക് നേരെയുണ്ടായ ആക്രമണവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. ബ്രിട്ടനിലെ കെന്റിൽ പടർന്നു പിടിക്കുന്ന മെനിഞ്ചൈറ്റിസ് രോഗബാധ ലണ്ടൻ കോളേജിലേക്കും പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ മോറിസൺസിന്റെ വിതരണ കേന്ദ്രത്തിലേക്കും വ്യാപിച്ചു. നിലവിൽ രോഗബാധിതരുടെ എണ്ണം 27 ഉയർന്നു. 3 സർവകലാശാല ചിയർ ലീഡർമാർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗവ്യാപനത്തിന്റെ വേഗത കണ്ട് മെഡിക്കൽ വിദഗ്ധർ പോലും അമ്പരപ്പിലായിരിക്കുകയാണ്. കാനർബറിയിലെ ക്ലബ് കെമിസ്ട്രി എന്ന നൈറ്റ് ക്ലബ്ബ് സന്ദർശിച്ചതിലൂടെയാണ് രോഗം പ്രധാനമായും പടർന്നതെന്നാണ് നിഗമനം. ഈ മാസം 5 ശേഷം ഇവിടെ എത്തിയവർ ഉടൻ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാനും ആന്റിബയോട്ടിക്കുകൾ സ്വീകരിക്കാനും അധികൃതർ നിർദ്ദേശം നൽകി. രോഗം പടർന്ന പശ്ചാത്തലത്തിൽ കെന്റിലെ നിരവധി കായിക പരിപാടികൾ റദ്ദാക്കി. ഈസ്റ്റർ അവധിക്ക് വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങുന്നത് രോഗവ്യാപനം കൂട്ടുമോ എന്ന ആശങ്കയും ശക്തമാണ്. രാജ്യത്ത് മെനിഞ്ചൈറ്റിസ് ബി വാക്സിനുകൾക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ഫാർമസികളിൽ വാക്സിൻ ലഭ്യമല്ലാത്തതിനെ ചൊല്ലി ജീവനക്കാരും പൊതുജനങ്ങളും തമ്മിൽ തർക്കങ്ങൾ പതിവാകുന്നുണ്ട്. അതേസമയം സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാൻ സർക്കാർ നടപടികൾ തുടങ്ങിയതായും സ്വകാര്യ മേഖലയിലേക്ക് 20,000 വാക്സിനുകൾ ഉടൻ ലഭ്യമാക്കുമെന്നും ആരോഗ്യ സെക്രട്ടറി വെസ്ട്രീറ്റിംഗ് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് വലിയ ഭീഷണിയില്ല എന്നും അടുത്ത സമ്പർക്കത്തിലൂടെ മാത്രമേ രോഗം പകരൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കോൺടാക്ട്ലെസ് കാർഡ് പേയ്മെന്റുകൾക്കുള്ള 100 പൗണ്ട് പരിധി സാമ്പത്തിക നിയന്ത്രണ ഏജൻസിയായ FCA ഔദ്യോഗികമായി നീക്കം ചെയ്തുവെങ്കിലും ബ്രിട്ടനിലെ പ്രമുഖ ബാങ്കുകൾ നിലവിലെ നിയന്ത്രണം തുടരാൻ തീരുമാനിച്ചു. ബാർക്ലേസ്, HSBC, ലോയ്ഡ്സ്, നാറ്റ്വെസ് ഉൾപ്പെടെയുള്ള വമ്പൻ ബാങ്കുകളാണ് തൽക്കാലം 100 പൗണ്ട് പരിധിയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന നിലപാടെടുത്തത്. ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് നിലവിൽ വലിയൊരു മാറ്റത്തിന് ആവശ്യമുയർന്നിട്ടില്ല എന്നതും കടകളിലെ പേയ്മെന്റ് മെഷീനുകളിൽ സാങ്കേതിക മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നും ബാങ്കിംഗ് ലോബി ഗ്രൂപ്പായ UK ഫിനാൻസ് വ്യക്തമാക്കി. കാർഡുകൾ ഉപയോഗിച്ചുള്ള പണമിടപാടുകളിൽ 100 പൗണ്ടിന് മുകളിൽ അനുമതി നൽകുന്നത് തട്ടിപ്പുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന ആശങ്കയും ബാങ്കുകൾക്കുണ്ട്. കാർഡ് മോഷ്ടിക്കപ്പെട്ടാൽ കുറ്റവാളികൾക്ക് വലിയ തുകകൾ എളുപ്പത്തിൽ പിൻവലിക്കാൻ ഇത് അവസരമൊരുക്കും. എന്നാൽ ആപ്പിൾ പേ, ഗൂഗിൾ പേ തുടങ്ങിയ ഡിജിറ്റൽ വാലറ്റുകൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. സ്മാർട്ട് ഫോണുകളിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സുരക്ഷയുള്ളതിനാലാണ് അവയ്ക്ക് ഉയർന്ന തുകകൾ അനുവദിക്കുന്നത്. പണപ്പെരുപ്പവും മാറുന്ന സാങ്കേതിക വിദ്യയും കണക്കിലെടുത്താണ് നിയമത്തിന്റെ ഇളവ് നൽകിയതെന്ന് FCA അറിയിച്ചു. ബാങ്കുകൾക്ക് ഭാവിയിൽ തനതായ രീതിയിൽ പരിധി നിശ്ചയിക്കാൻ ഈ നീക്കം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നിലവിൽ പല ബാങ്കുകളും തങ്ങളുടെ മൊബൈൽ ആപ്പുകൾ വഴി 100 പൗണ്ട് വരെയുള്ള പരിധി സ്വയം ക്രമീകരിക്കാൻ ഉപഭോക്താക്കൾക്ക് സൗകര്യം നൽകുന്നുണ്ട്. കോൺടാക്ട്ലെസ് ഇടപാടുകൾ UKയിൽ വളരെ ജനപ്രിയമാണെങ്കിലും ഒരു ശരാശരി ഇടപാട് തുക 18 പൗണ്ടിൽ താഴെ മാത്രമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിലെ വാതകപ്പാടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നേരെ ആക്രമണം നടത്തില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ വഷളാകാതിരിക്കാനാണ് ഈ നിലപാട് സ്വീകരിച്ചതെന്നാണ് വിശദീകരണം. ഇറാൻ അടുത്തിടെ ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആഗോള എണ്ണ വിപണിയെയും സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചേക്കാവുന്ന ഊർജ്ജ മേഖലകളെ തൽക്കാലം ഒഴിവാക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രായേലിന്റെ പിന്മാറ്റമെന്നാണ് സൂചന. ഇറാനിലെ ആണവ നിലയങ്ങളോ എണ്ണവാതക കേന്ദ്രങ്ങളോ ആക്രമിക്കുന്നത് മേഖലയിൽ യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഊർജ്ജ സ്രോതസ്സുകൾക്ക് പകരം ഇറാന്റെ സൈനിക താവളങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായ തിരിച്ചടിക്ക് ഇസ്രായേൽ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ തീരുമാനം താൽക്കാലികമായി ആശ്വാസം നൽകുന്നതാണെങ്കിലും മേഖലയിലെ സമാധാനം ഇപ്പോഴും തുലാസിലാണ്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ഏത് പരിധിവരെയും പോകുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്താൻ പോകുന്ന നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഇറാനും ഖത്തറും പങ്കിടുന്ന പ്രധാന പ്രകൃതിവാതക പാടത്തിന് നേരെ ബുധനാഴ്ച നടന്ന ആക്രമണങ്ങളെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടത്തിന്റെ ഭാഗമായ ഇറാന്റെ സൗത്ത് പാർസിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. തിരിച്ചടിയായി ഖത്തറിലെ ഊർജ്ജ നിലയം ഇറാൻ ആക്രമിച്ചിരുന്നു. ഈ ആക്രമണങ്ങൾ വലിയ രീതിയിൽ ക്രൂഡ് ഊർജ്ജവില കുതിച്ചുയരാൻ കാരണമായിരുന്നു. ഊർജ്ജവില കുതിച്ചുയർന്നതോടെയാണ് ട്രംപ് രോക്ഷത്തിലായത്. പിന്നാലെയാണ് ഇസ്രയേലിനെ തള്ളി അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണമെത്തി. ഇസ്രയേൽ രോക്ഷം തീർക്കാനായി നടത്തിയ ആക്രമണമാണ് സൗത്ത് പാർസിന് നേരെ ഉണ്ടായത്. വളരെ കുറഞ്ഞ മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒന്നും അറിയില്ല. നിർഭാഗ്യവശാൽ ഇറാനും ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഖത്തറിന്റെ LNG ശാലയ്ക്ക് നേരെ ഉണ്ടായ ഇറാന്റെ ആക്രമണം നീതീകരിക്കാനാവാത്തതും അന്യായവുമാണ്. അതീവ പ്രാധാന്യമുള്ള മേഖലയ്ക്ക് നേരെ ഇസ്രയേലിന് തുടർ ആക്രമണങ്ങൾ ഉണ്ടാവില്ല. ഈ നിലയിലുള്ള ആക്രമണത്തിന് അംഗീകാരം നൽകാനാവില്ല. ഇത്തരം ആക്രമണങ്ങൾക്ക് ഇറാന്റെ ഭാവിയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ ഖത്തറിന് നേരെ ആക്രമണം തുടർന്നാൽ ആക്രമിക്കാൻ താൻ മടിക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ വിശദമാക്കിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഊർജ്ജ വിപണിയെ സാരമായി ബാധിച്ചതോടെ ട്രംപ് ഭരണകൂടം കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതിന് പിന്നാലെ ഇറാന്റെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ആക്രമിച്ചതിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശദമാക്കിയിരുന്നു. ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് US-നെ ഇസ്രായേൽ കൊണ്ടുവന്നുവെന്ന ആരോപണങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നിഷേധിച്ചു. ഇറാനെതിരായ ആക്രമണം ശക്തമാകുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന. ഇറാനെതിരായ യുദ്ധം തുടങ്ങിവെച്ചവർക്ക് അതിന്റെ ആഘാതം കണക്കുകൂട്ടുന്നതിൽ പിഴച്ചെന്ന വിലയിരുത്തൽ ഒമാൻ വിദേശകാര്യ മന്ത്രാലയം നടത്തി. മേഖലയിലേക്ക് പുതിയ സമാധാന നിർദ്ദേശവുമായാണ് ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ഇറാനെ മാത്രമാക്കി ചർച്ച ചെയ്യുന്നതിന് പകരം മേഖലയിലാകെ ആണവായുധം സംബന്ധിച്ച സുതാര്യതയും ആണവ നിർവ്യാപനവും ഉറപ്പാക്കുന്നതാണ് നിർദ്ദേശം. അമേരിക്കൻ സഹകരണം ഇപ്പോൾ മേഖലയിലെ രാഷ്ട്രങ്ങളുടെ സുരക്ഷയും വളർച്ചയും ആശങ്കയിലേക്ക് തള്ളിവിടുന്നതായി രാജ്യങ്ങൾ കണക്കാക്കുന്നുവെന്നും അദ്ദേഹം വിലയിരുത്തി. ഇറാനുമായുള്ള യുദ്ധം തുടരാൻ $20,000 കോടി കൂടി അനുവദിക്കണമെന്ന് US കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് പെന്റഗൺ. US കോൺഗ്രസ് ആവശ്യം അംഗീകരിച്ചാൽ 3 ആഴ്ചയായി തുടരുന്ന യുദ്ധം കൂടുതൽ മുറുകുമെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ ഇറാനിലെ 7,800 കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തുകയും 8,000-ലേറെ യുദ്ധവിമാനങ്ങളും 120-ലേറെ ഇറാൻ കപ്പലുകളും നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തിട്ടുണ്ടെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആദ്യ ആഴ്ചയിൽ മാത്രം ഏകദേശം $110 കോടി US യുദ്ധത്തിനായി ചെലവഴിച്ചത്. പുതിയതായി $20,000 കോടി കൂടി അനുവദിച്ചാൽ ഇറാന്റെ GDP-യുടെ പകുതിയിലേറെ തുല്യമാകും ഈ US ചെലവിടുക. 2025 ഇറാന്റെ GDP ഏകദേശം $35,600 കോടി ആയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇനി പൗണ്ട് യൂറോ ഡോളർ രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.14 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US ഡോളർ 93.36 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 107.93 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.95 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവരുമായാണ് മോദി സംസാരിച്ചത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും സംഘർഷം ലഘൂകരിക്കാൻ നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തു. മേഖലയിലെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെയും അദ്ദേഹം അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ട വിഷയത്തിനാണ് പ്രധാനമന്ത്രി ഊന്നൽ നൽകിയത്. 5 നേതാക്കളുമായുള്ള പ്രത്യേക ഫോൺ സംഭാഷണങ്ങളിൽ സമാധാനവും സുരക്ഷയും സ്ഥിരതയും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ സംഭാഷണത്തിനും നയതന്ത്രത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് വഴി സുരക്ഷിതവും സ്വതന്ത്രവുമായ സഞ്ചാരം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായുള്ള സംഭാഷണത്തിൽ ദോഹയ്ക്കൊപ്പമാണെന്ന് മേഖലയിലെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ പരിചരണത്തിന് പിന്തുണയ്ക്കും നന്ദി അറിയിക്കുകയും മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്ക് വഴി സുരക്ഷിതവും സ്വതന്ത്രവുമായ ഗതാഗതത്തിനായി ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് മോദി പറഞ്ഞു. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മോദി അദ്ദേഹത്തിന് ഈദാശംസകൾ നേരുകയും ചെയ്തു. എക്സിലെ മറ്റൊരു പോസ്റ്റിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി സംസാരിച്ചതായി മോദി പറഞ്ഞു. എന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെക്കുറിച്ചും പിരിമുറുക്കം കുറയ്ക്കേണ്ടതിന്റെയും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും തിരിച്ചുവരേണ്ടതിന്റെയും അടിയന്തര ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. മേഖലയിലും അതിനപ്പുറത്തും സമാധാനവും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങളുടെ അടുത്ത ഏകോപനം തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് കോൺഗ്രസ് MP മനീഷ് തിവാരി. ഈ മേഖലയിൽ സംയമനത്തോടെയുള്ള നിലപാടാണ് ഇന്ത്യ എല്ലായ്പ്പോഴും പാലിച്ചിരുന്നതെന്ന് മനീഷ് തിവാരി കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം മാത്രമല്ല നടക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട പ്രധാനമാണ്. ഒന്നിലധികം യുദ്ധങ്ങളാണ് നടക്കുന്നത്. ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന കാര്യങ്ങളിൽ പക്ഷം പിടിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഡൈനാമിക്സിനെ മാത്രം സംബന്ധിച്ചതല്ല. ശരിയാണ്, ഇത് നമ്മുടെ യുദ്ധമല്ല എന്ന് തിവാരി പറഞ്ഞു. ഇന്ത്യ യുക്തിപൂർവ്വമാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്ത്രപരമായ സ്വയംഭരണാധികാരം എന്നത് അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും അവയെ നയിക്കാനുമുള്ള കഴിവാണെന്നും തിവാരി അഭിപ്രായപ്പെട്ടു. നിലവിലെ യുദ്ധത്തിന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചതിനോടൊപ്പം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LPG വിതരണം
സുഗമമാക്കാൻ ഇറാനുമായി നയതന്ത്ര ബന്ധം സംരക്ഷിക്കാനും ഇന്ത്യ ശ്രമിച്ചു. കോൺഗ്രസ് എം പി ശശി തരൂരും നിലവിലെ സംഘർഷത്തെക്കുറിച്ച് സംസാരിക്കുകയും US ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലെ യുദ്ധം അന്താരാഷ്ട്ര നിയമപ്രകാരം ന്യായീകരിക്കാനാവില്ല എന്നും പരമാധികാരം, അധിനിവേശം തുടങ്ങിയ ഇന്ത്യ ദീർഘകാലമായി ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങളെ ലംഘിക്കുന്നുവെന്നും തരൂർ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി 9 രാജ്യങ്ങളുടെ വ്യോമപാതകൾ ഒഴിവാക്കാൻ ഇന്ത്യൻ വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ DGCA വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. സിവിൽ വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇടപെടൽ. പുതിയ നിർദ്ദേശപ്രകാരം ഇറാൻ, ഇസ്രായേൽ, ലെബനൻ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതകളിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കാനാണ് വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്കോ വ്യോമപാതകളിലൂടെയോ സർവീസ് നടത്തുന്ന കമ്പനികൾ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകളും ബദൽ പ്ലാനുകളും തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സൈനിക നീക്കങ്ങൾ നടക്കുന്ന മേഖലകളിൽ സിവിൽ വിമാനങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകാനോ ആക്രമിക്കപ്പെടാനോ ഉള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം. DGCAയുടെ പുതിയ നിയന്ത്രണം ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകളെ സാരമായി ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലേക്കുമുള്ള വിമാനങ്ങൾ സുരക്ഷിതമായ മറ്റ് പാതകളിലൂടെ തിരിച്ചുവിടേണ്ടി വരും. ഇത് യാത്രാ സമയം വർദ്ധിക്കാനും വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയരാനും കാരണമായേക്കാം. മാർച്ച് 28 വരെയാണ് നിലവിലെ നിർദ്ദേശത്തിന് കാലാവധി നൽകിയിരിക്കുന്നത്. സാഹചര്യം വിലയിരുത്തിയ ശേഷം ഇതിൽ മാറ്റം വരുത്തുമെന്നും DGCA അറിയിച്ചു. പിണറായി വിജയനെ പിന്തുണച്ചുള്ള പ്രസ്താവനയിൽ വിശദീകരണവുമായി അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ CPM നേതാവുമായ G സുധാകരൻ രംഗത്ത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ സന്തോഷമുണ്ട്, പക്ഷേ മൂന്നാം ഊഴം സഫലമാകില്ല എന്നാണ് പറഞ്ഞത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനം LDFന് വോട്ട് ചെയ്യില്ല. താൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. തന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് വരാം. UDF പിന്തുണയ്ക്കും, അത് സ്വീകരിക്കുമെന്നും G സുധാകരൻ കൂട്ടിച്ചേർത്തു. ചേർത്തലയിൽ P പ്രസാദിനെതിരെ പ്രചരണം നടത്തുമെന്നും G സുധാകരൻ പറഞ്ഞു. പ്രസാദ് തനിക്കെതിരെ പ്രസ്താവന നടത്തി. ചേർത്തലയിൽ പ്രസാദിനെതിരെ പ്രസംഗിക്കും. P പ്രസാദ് തന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കുന്നു. അവിടെ പോയി ഒരാളെ തോൽപ്പിക്കാൻ പറയാൻ തനിക്ക് അവകാശമുണ്ട്. കഴിഞ്ഞ തവണ കേവലം 6000-ഓളം വോട്ടാണ് അയാൾ ജയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്ക് പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നവർക്ക് നാണവും മാനവും ഉണ്ടോ എന്നും G സുധാകരൻ ചോദിച്ചു. മത്സരിക്കുന്ന ആർക്കും ഒരു വ്യാമോഹവും ഇല്ലേ? ആരിഫ് ആലുവയിൽ പോയി മത്സരിക്കുന്നു, അത് പാർലമെന്ററി വ്യാമോഹമല്ലേ? സജി ചെറിയാൻ 3-ാം തവണ മത്സരിക്കുന്നു. പ്രതിഭ 3-ാം തവണയാണ്. വാസവൻ 3-ാം തവണയാണ്. ഇതൊന്നും വ്യാമോഹമല്ലേ? പാർലമെന്ററി വ്യാമോഹം ഇല്ലാത്തവരാണോ വീണ്ടും മത്സരിക്കുന്നത്? ഇവരൊക്കെ കണ്ണടച്ചിരിക്കുകയാണല്ലോ എന്നും G സുധാകരൻ പരിഹസിച്ചു. UDFന് 100 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കുമെന്നും അല്ലാത്ത പക്ഷം താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പറവൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് വരാപ്പുഴയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. അർഹരായ പലർക്കും സീറ്റ് ലഭിച്ചിട്ടില്ല എന്നറിയാം. കൂട്ടായ പ്രവർത്തനത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടും. പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെ CPM-ൽ അമർഷം പുകയുകയാണെന്നും സതീശൻ പറഞ്ഞു. എല്ലാ പ്രശ്നവും പരിഹരിച്ച ശേഷമാണ് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയത്. ജനാധിപത്യ പാർട്ടിയായതിനാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികം. സതീശനോ സണ്ണി ജോസഫോ പറഞ്ഞാൽ മാത്രം കാര്യം നടക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നുവെന്ന ആക്ഷേപങ്ങളിൽ കഴപ്പില്ല. CPM-ൽ നിന്ന് ഒട്ടേറെ നേതാക്കൾ UDFന് വേണ്ടി മത്സരിക്കാൻ സന്നദ്ധരായിട്ടുണ്ട്. കോൺഗ്രസിലുള്ള പലർക്കും സീറ്റ് കൊടുക്കാൻ വിഷമിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ വിസ്മയങ്ങൾ വേണ്ട എന്ന് വെച്ചതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. K സുധാകരന്റെ നീക്കങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ കാടുകയറുമ്പോഴും കുരുങ്ങാതെ നിന്ന ഹൈക്കമാൻഡിന്റെ പരിഹാരക്രിയ ഒടുവിൽ വിജയം കണ്ടു. സ്ഥാനാർത്ഥി നിർണയം അന്ത്യത്തോടടുക്കുകയും MP-മാർ മത്സരിക്കേണ്ടെന്ന കർശന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെ സുധാകരൻ അസ്വസ്ഥനാണ് എന്ന് നേതൃത്വത്തിന് ബോധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ഹൈക്കമാൻഡ് സുധാകരനെ ശാന്തനാക്കാനുള്ള ഇടപെടലുകളിലേക്ക് കടന്നു. സുധാകരനടക്കം MP-മാരുടെ മത്സര താല്പര്യം പലവട്ടം ചർച്ചയ്ക്ക് വന്നുവെങ്കിലും വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഹൈക്കമാൻഡ്. ഒരാൾക്ക് ഇളവ് നൽകാൻ കേന്ദ്രം താല്പര്യപ്പെട്ടില്ല. ഇളവിന് തീരുമാനിച്ചാൽ കുറഞ്ഞത് 3 പേർക്കെങ്കിലും അനുമതി നൽകേണ്ടി വരുമെന്നും വിലയിരുത്തി. അത് 21 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തുല്യമാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ കൂടിയാലോചനകളിൽ പറഞ്ഞു. കൂട്ടത്തോടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് കേരളത്തിൽ ഫലപ്രദമാകില്ല എന്നും അഭിപ്രായമുണ്ടായി. എതിരാളികൾ ഇത് പ്രചരണായുധമാക്കുമെന്നും വിലയിരുത്തി. കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലെ ചിലരിൽ നിന്നും അടുത്ത ചില അനുയായികളിൽ നിന്നും സുധാകരന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സുധാകരനെ അനുനയിപ്പിക്കാൻ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറിനെയും ഷാഫി പറമ്പിലിനെയും കഴിഞ്ഞ ദിവസം അയച്ചിരുന്നു. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെങ്കിലും സുധാകരൻ ശാന്തനായിരുന്നില്ല. ഇന്നലെ രാവിലെയും വൈകിട്ടും വേണുഗോപാൽ സുധാകരനുമായി ഫോണിൽ സംസാരിച്ചു. അതിനിടെ AK ആന്റണിയും സുധാകരനോട് സംസാരിച്ചു. പിണറായി സർക്കാരിന്റെ തുടർഭരണം തടയണമെന്ന ഇതുവരെയുള്ള നിലപാടുമായി സുധാകരൻ മുന്നോട്ട് പോകണമെന്നാണ് ആന്റണി പറഞ്ഞത്. അതിനിടെ മുതിർന്ന നേതാവെന്ന നിലയിൽ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കും മുൻപ് സുധാകരനോട് നേരിട്ട് സംസാരിക്കണമെന്ന് വേണുഗോപാൽ ബാംഗ്ലൂരിലായിരുന്ന ഖർഗെയോട് ആവശ്യപ്പെട്ടു. ഇളവ് നൽകാനാവില്ല എന്നും സുധാകരൻ പാർട്ടിയുമായി സഹകരിച്ച് പ്രചരണത്തിൽ മുന്നോട്ട് പോകണമെന്നും ഖർഗെ ആവശ്യപ്പെട്ടു. നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നായിരുന്നു സുധാകരന്റെ ആവശ്യം. ബാംഗ്ലൂരിൽ നിന്ന് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തിയ ശേഷം രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് സുധാകരനെ കാണാമെന്ന് ഖർഗെ അറിയിച്ചു. ഇതോടെയാണ് മഞ്ഞുരുകിയത്. തന്റെ വാക്കുകൾ രാഹുലിന്റേത് കൂടി കണക്കാക്കണമെന്നും ഖർഗെ പറഞ്ഞതോടെ മഞ്ഞ് പൂർണ്ണമായി ഉരുകി. കളി മാത്രമല്ല, കോടികൾ മറിയുന്ന സാമ്പത്തിക ഇടപാട് കൂടിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും പുതിയ കളിക്കാർ വരുമ്പോഴും പോകുമ്പോഴും ടീമുകളുടെ ബ്രാൻഡ് വാല്യൂവിൽ ചലനമുണ്ടാകും.
ഇക്കുറി ടൂർണമെന്റ് തുടങ്ങാൻ 8 ദിവസം മാത്രം ശേഷിക്കെ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് ബ്രാൻഡ് വാല്യൂവിൽ മുന്നിൽ നിൽക്കുന്നത്. ലോക പ്രശസ്ത ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സ്ഥാപനമായ ബ്രാൻഡ് ഫിനാൻസ് പുറത്തുവിട്ട പുതിയ കണക്കനുസരിച്ച് 2486 കോടി രൂപയാണ് ബാംഗ്ലൂരു ടീമിന്റെ ബ്രാൻഡ് മൂല്യം. ലോക പ്രശസ്ത സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയായ ഡിയാജിയോയുടെ കീഴിലുള്ള യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ ഉടമസ്ഥതയിലുള്ള ടീമിനെ വിൽക്കാനുള്ള ശ്രമം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്നതിനിടെയാണ് ബ്രാൻഡ് വാല്യൂവിൽ ടീം മുന്നിലെത്തുന്നതെന്ന പ്രത്യേകതയുണ്ട്. വിരാട് കോഹ്ലി എന്ന സൂപ്പർ താരവും വിപുലമായ ആരാധക പിന്തുണയുമാണ് ബാംഗ്ലൂരിന്റെ മൂല്യമുയർത്തുന്ന പ്രധാന ഘടകം. വനിതാ പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരാണെന്നതും വനിതാ ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാർ സ്മൃതി മൻധയുടെ സാന്നിധ്യവും ഇതിനൊപ്പമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിസയില്ലാത്തവരെ ഇനി എളുപ്പം പുറത്താക്കും. നൈജീരിയയുമായി കരാറിലൊപ്പിട്ട് ബ്രിട്ടൻ. കരാറൊപ്പിട്ടത് നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവരെയും കുറ്റവാളികളെയും വേഗത്തിൽ നാടുകടത്തുന്നതിനായി. നിർണായക കരാർ ഒപ്പിട്ടത് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിനിടെ. വിസ കാലാവധി കഴിഞ്ഞവർക്കും അഭയാർത്ഥി അപേക്ഷ നിരസിക്കപ്പെട്ടവർക്കും ബ്രിട്ടനിൽ തുടരുന്നതിനി അസാധ്യമാകും. ആശ്രിത വിസയിലടക്കമുള്ള 13 ലക്ഷം പേരെങ്കിലും സമീപ ഭാവിയിൽ തന്നെ പൗരത്വ യോഗ്യത നേടുമെന്ന കണക്കുകളിൽ ഞെട്ടി ബ്രിട്ടീഷ് സർക്കാർ. ബ്രിട്ടനിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉലച്ച് ഇറാൻ ഇസ്രയേൽ യുദ്ധം. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി പലിശ നിരക്കുകൾ വീണ്ടും ഉയർത്താനൊരുങ്ങി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. വീട് വായ്പ എടുത്തവർക്ക് കനത്ത തിരിച്ചടി. ജൂലൈ മാസത്തോടെ ഊർജ്ജ നിരക്കുകൾ 5-1 വർദ്ധിക്കുമെന്ന് ആശങ്ക. വൈദ്യുതി ഗ്യാസ് ബില്ലുകളിൽ 22% വർധനയുണ്ടാകും. ഒരു വീട്ടിലെ വാർഷിക ഊർജ്ജ ചെലവിൽ 350 പൗണ്ടിന്റെ അധിക ബാധ്യതയുണ്ടാകും. ഇറാനിലെ വാതകപ്പാടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നേരെ ആക്രമണം നടത്തില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ പിന്മാറ്റം അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ സമ്മർദ്ദത്തെ തുടർന്ന്. ഇറാനിലെ ആണവ നിലയങ്ങളോ എണ്ണവാതക കേന്ദ്രങ്ങളോ ആക്രമിക്കുന്നത് മേഖലയിൽ യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാന്റെ സൈനിക താവളങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തിരിച്ചടിക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നു. ഇറാനുമായുള്ള യുദ്ധം തുടരാൻ $20,000 കോടി കൂടി അനുവദിക്കണമെന്ന് US കോൺഗ്രസിനോട് പെന്റഗൺ. US കോൺഗ്രസ് ആവശ്യം അംഗീകരിച്ചാൽ 3 ആഴ്ചയെ തുടരുന്ന യുദ്ധം കൂടുതൽ മുറുകും. ഇറാനിലെ 7800 കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തുകയും 8000-ലേറെ യുദ്ധവിമാനങ്ങളും 120-ലേറെ ഇറാൻ കപ്പലുകളും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് US സെൻട്രൽ കമാൻഡ്. ആദ്യ ആഴ്ചയിൽ മാത്രം US യുദ്ധത്തിനായി ചെലവഴിച്ചത് ഏകദേശം $110 കോടി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്ര തലവന്മാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ട വിഷയത്തിൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് കോൺഗ്രസ് MP മനീഷ് തിവാരി. സംയമനത്തോടെയുള്ള നിലപാടാണ് ഇന്ത്യ എല്ലായ്പ്പോഴും പാലിച്ചിരുന്നതെന്ന് കോൺഗ്രസ് MP. പിണറായി വിജയനെ പിന്തുണച്ചുള്ള പ്രസ്താവനയിൽ വിശദീകരണവുമായി അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ CPM നേതാവുമായ G സുധാകരൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ സന്തോഷമുണ്ട്, പക്ഷേ 3-ാം ഊഴം സഫലമാകില്ല എന്ന് G സുധാകരൻ. ചേർത്തലയിൽ P പ്രസാദിനെതിരെ പ്രചരണം നടത്തുമെന്നും ഭീഷണി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനം LDF-ന് വോട്ട് ചെയ്യില്ല എന്നും തന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് വരാമെന്നും സുധാകരൻ. UDF-ന്റെ പിന്തുണ സ്വീകരിച്ചതായി സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരൻ. UDF-ന് 100 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കുമെന്നും അല്ലാത്ത പക്ഷം താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂട്ടായ പ്രവർത്തനത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെ CPM-ൽ അമർഷം പുകയുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ല എന്നും VD സതീശൻ. പറവൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് പ്രതിപക്ഷ നേതാവ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.